വെൽക്കം ടു കുക്കിംഗ് ആർട്ട് ചാനൽ. നമ്മൾ ഇന്ന് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ കേക്കിന് കളർ കൊടുക്കാനായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ചൂടാക്കിയ പാനിലേക്കിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാരയെല്ലാം ഉരുകി കഴിയുമ്പോൾ പാൻ ഒന്നെടുത്തിട്ട് അതിലേക്ക് ഒരു 200 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 15 ഡേറ്റ്സ് കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ചെറിയ ഡേറ്റ്സ് ആണിത്. ഇതുപോലെ മിക്സിയിലൊന്ന് പൾസ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഈ പരുവത്തിലാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. കേക്ക് പാൻ എടുത്തിട്ട് അതിൽ ബട്ടർ പുരട്ടിയിട്ട് ബട്ടർ പേപ്പറും അടിയിലിട്ടിട്ട് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. സൈഡിൽ പേപ്പർ വെച്ചിട്ടില്ല, ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. മധുരത്തിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒരു 3 ഗ്രാമ്പൂവും ഒരു ചെറിയ കഷ്ണം പട്ടയും എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്താലും മതി. ഡേറ്റ്സിന് മധുരമുണ്ട്. ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് 250 ml ആണ്. ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് ഇവ ചേർത്ത് ഇളക്കാം. ഇത് ഒരു അരിപ്പയിൽ കൂടി ഇട്ട് യൂണിഫോമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അര കപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി ജ്യൂസ് അടിച്ച് എടുത്തതാണിത്. 1/4 കപ്പ് ജ്യൂസ് ഉണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ജ്യൂസ് പിഴിഞ്ഞ ക്യാരറ്റ് കളയണ്ട, തോരനുണ്ടാക്കുമ്പോൾ കൂടെ ഇടാവുന്നതാണ്. ഇതിലേക്ക് അര കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഓയിൽ കൂടുതൽ വേണ്ടെങ്കിൽ 1/3 കപ്പായിട്ട് കുറയ്ക്കാം. പക്ഷേ ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ 1/3 കപ്പായിട്ട് കൂട്ടണം. ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസും ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സും ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഒരു ഹാൻഡ്ഫുൾ ക്രഷ്ഡ് കാഷ്യൂവും 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും എടുത്ത് മിക്സ് ചെയ്യാം. കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കവർ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് പാനിലേക്ക് മാറ്റാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂസ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഒരു പഴയ കുക്കർ താഴെ ഒരു ബേസും വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. പണ്ട് യൂസ് ചെയ്ത ഉപ്പ് ഇതിലിട്ടിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല. കുക്കർ തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ള ഒരു പാത്രം മതി. പാൻ ഇതിലേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വാഷറും വെയിറ്റും ഉപയോഗിക്കരുത്. ഇവിടെ 50 മിനിറ്റ് എടുത്തു. ആദ്യത്തെ 15 മിനിറ്റ് മീഡിയം ഹീറ്റിലും പിന്നെ ലോ ഹീറ്റിലുമാണ് കുക്ക് ചെയ്തത്. വളരെ സോഫ്റ്റും മോയിസ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ.